ഇന്ന് എനിക്ക് എൻ്റെ ഒരു പ്ലാന്റ് വേറെ പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ എനിക്ക് ശരിക്കും ഒരു മുട്ടം പണി കിട്ടേണ്ടതായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ആ പണി എനിക്ക് കിട്ടിയില്ല. അപ്പം നിങ്ങൾക്കത് പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഗ്രാഫ്റ്റിംഗ് ഒക്കെ 2-3 പ്രാവശ്യമൊക്കെ വിജയിച്ചു. അപ്പം എനിക്കൊരു വലിയ തണ്ട് കിട്ടി. അപ്പം അതിലും ഒന്ന് വെച്ച് പിടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയ ചട്ടിയിൽ ആദ്യം ഈ കമ്പ് വെച്ച് തളിർപ്പൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് പിടിച്ചതിന് ശേഷമാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തും പിടിച്ചു കേട്ടോ. അപ്പം ഇനി ഈ ചെറിയ പോട്ടിൽ നിന്ന് വലിയ പോട്ടിലേക്ക് മാറ്റാനായിട്ട് ചാണകം അല്ലാതെ ഒക്കെ ചെയ്ത് മാറ്റാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. ഇത് പതുക്കെ തട്ടിയിട്ട് നനച്ചിട്ടൊക്കെ തന്നെ ചെയ്തത്. പക്ഷേ ചെയ്ത പണി കണ്ടതിൽ അങ്ങനെ തന്നെ മണ്ണ് പകുതി അവിടെ ഇരിക്കുകയും ചെയ്തു. എന്തോ എനിക്ക് ആകെ വിഷമമായി. ഇതേമേ എൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് വരെ പിടിച്ചായിട്ടാണ് ഈ പോണത്. ഇത് പോവും. അപ്പം എൻ്റെ മക്കൾ അവിടെ നിന്നിട്ട് ചിരിക്കുന്നുണ്ട്. എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നുണ്ട്. എന്നാലും എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ അതൊന്നും മനസ്സിൽ തന്നെ ആ വിഷമം വിചാരിച്ചിട്ട് എന്തായാലും പിടിക്കും ഉറപ്പിൽ. ചെറിയ വേര് വന്നിട്ടുണ്ട്. എന്നാൽ അത് പിടിക്കുമെന്നും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. വീണ്ടും ഞാൻ മണ്ണൊക്കെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നല്ലോണം അമർത്തി വെച്ച് തണലത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ വല്ല കവറിലാക്കി വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മാറ്റി നടുക. അല്ലെങ്കിൽ ഒരു വലിയ ചട്ടിയിൽ തന്നെ ഈ കമ്പ് വെച്ച് പിടിപ്പിക്കുക. അതായത് വലിയ തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പിടിച്ചതിന് ശേഷം അതിന്മേ ഗ്രാഫ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ല പണി ചെയ്തോളൂ. ഇത് 2 മാസത്തിനുള്ളിലാണ് ഇത് മാറ്റിയപ്പോഴേ അത് ചിലപ്പോൾ വല്ല പേരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് പോയി. എന്നാലും എന്നെ ഭാഗ്യം തുടച്ചു എന്ന് പറഞ്ഞില്ലേ, ആ കാണുന്ന ഈ പ്ലാന്റാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഒരു കുഴപ്പമില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ അത് ആദ്യത്തെ ഫ്ലവറായിട്ട് നമ്മുടെ ഫയർ ഓപ്പൽ ഓറഞ്ച്, നമ്മുടെ ഹൈബ്രിഡ് ഇനം തന്നെ ആണ് നല്ലോണം വരുന്നത്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ കവറൊക്കെ മാറ്റി ഫുള്ളായിട്ട് അടിയിലത്തെ കവറൊക്കെ മാറ്റണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടാണ്ടിരിക്കട്ടെ കേട്ടോ.